ഉപദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികളുപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മ പറയുന്നത് പോലെ ത്രിയേക ദൈവത്തിലുള്ള സഹവാസം നമ്മെ ദൈവസ്നേഹത്തിലേക്കും ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ഉറപ്പിലേക്കും നയിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അമ്മ പറഞ്ഞില്ലേ, സത്യവും സ്നേഹവും ബലി കൊടുത്തുകൊണ്ട് കപടതയുടെ ജീവിതം നയിക്കാതെ പ്രത്യാശയോടെ ജീവിക്കാൻ മക്കളെ ശ്രമിക്കുക എന്ന് അമ്മ നമ്മളോട് ഇന്നലെ സംസാരിച്ചില്ലേ. അമ്മ നമ്മളോട് വീണ്ടും പറയാം, മക്കളെ, അഖിലം സൗന്ദര്യമായ നിങ്ങളുടെ ഈ അമ്മ പ്രത്യാശയുടെ സൂചനയാണ്. എന്നാൽ നിങ്ങളുടെ ആത്മീയ സൗന്ദര്യത്തിൻ്റെ പ്രതിഫലം നഷ്ടമാക്കിക്കൊണ്ട് സാത്താൻ്റെ അടിമത്തത്തിൽ ജീവിക്കാൻ നിങ്ങൾ കൂടുതൽ തൽപരരാകുന്നത് കണ്ട് ഈ ഹൃദയം വേദനിക്കുന്നു. ഇത്രയൊക്കെ അമ്മ പറഞ്ഞിട്ട് അമ്മയുടെ ഹൃദയം വേദനിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് സങ്കടമാവില്ലേ? ആ വേദന നമ്മുടെ ജീവിതത്തിൻ്റെ, കൃപയില്ലാത്ത ജീവിതത്തിൻ്റെ അനുഭവം കൊണ്ടാകരുതേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. സാത്താൻ പാപത്താൽ ആത്മാക്കളെ കറപിടിപ്പിച്ചുകൊണ്ട് ജീവൻ്റെ മഹത്വത്തിലേക്കും ദൈവവുമായുള്ള ഐക്യത്തിലേക്ക് എത്തുന്നതിൽ നിന്നും അവയെ തടസ്സപ്പെടുത്തുന്നു. പാപത്താൽ ആത്മാക്കളെ കറപിടിപ്പിച്ചുകൊണ്ട് ജീവൻ്റെ മഹത്വത്തിലേക്കും ദൈവവുമായുള്ള ഐക്യത്തിലേക്കും എത്തുന്നതിൽ നിന്നും മക്കളെ തടസ്സപ്പെടുത്തുന്നു എന്ന് അമ്മ വീണ്ടും മക്കൾക്ക് പറഞ്ഞു തരിക. മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവവുമായുള്ള ഐക്യത്തിൽ എവിടെങ്കിലും ഒരു വിള്ളൽ വന്നിട്ടുണ്ടോ? അത് ഈ തിന്മയുടെ പണിയാണ്. അതിലേക്ക് നിങ്ങൾ ചായരുത് എന്നാണ് പരിശുദ്ധ അമ്മ പറയുന്നത്. ദൈവവുമായിട്ടുള്ള ഒരു ഐക്യം എപ്പോഴും നമുക്ക് വേണം. നമ്മുടെ മാതാപിതാക്കളോടും കൂടപ്പിറപ്പുകളോടും ഈ ലോകത്തിലെ ഓരോ വ്യക്തികളോടുമുള്ള നമ്മുടെ ഐക്യം സംഭവിക്കേണ്ടത് ദൈവീക ഐക്യത്തിലൂടെയാണ്. ദൈവവുമായി ഐക്യമുള്ള ഒരു കുഞ്ഞ് എപ്പോഴും ദൈവ ഐക്യത്തിൻ്റെ ആ ചാനലിലൂടെ ആയിരിക്കും മനുഷ്യരുമായുള്ള ഐക്യത്തിൽ പെടുക. ദൈവവുമായുള്ള ഐക്യം ഉണ്ടെന്ന് പറയുകയും മാനുഷികവും ലോകവുമായുള്ള ഐക്യത്തിൽ കറകൾ ഉണ്ടാകുകയും ചെയ്താൽ ആ വ്യക്തി നുണ പറയുന്നു. ദൈവവുമായിട്ട് ഞാൻ വലിയ ബന്ധത്തിലാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തേണ്ട, അത് ലോകം അംഗീകരിക്കേണ്ട. പക്ഷേ നീ ദൈവവുമായിട്ട് ഐക്യത്തിലാണെങ്കിൽ, ദൈവവുമായി നിന്നെ ബന്ധിപ്പിക്കുന്ന ദൈവ ഐക്യത്തിൻ്റെ അളവുകോല് മനുഷ്യ ഐക്യത്തിലേക്ക് നിന്നെ നയിക്കുന്നില്ലെങ്കിൽ നീ ഏതോ തിന്മയുടെ പിടിയിലാണ്. ഞാനിതിവിടെ പറയാൻ കാരണം, എൻ്റെ ജീവിതത്തിൽ ഈ ഒരു 25 വർഷക്കാലം പ്രത്യേകമായിട്ടും ലഭിച്ചിട്ടുള്ള അനുഭവങ്ങൾ വെച്ച് ഞാൻ പറയാം. പലപ്പോഴും പല അനുഭവങ്ങൾ ഉള്ളവരുമായിട്ടും അനുഭവങ്ങൾ ഉണ്ട് എന്ന് പറയുന്നവരുമായിട്ടും സംസാരിക്കാൻ, ഇടപഴകാനൊക്കെ അവസരം വന്നിട്ടുണ്ട്. ഭയാനകമാണ് പല അവസരങ്ങളും. പലതും ആത്മീയമായി വളർത്തിയിട്ടുള്ളതാണ്, പലതും തളർത്താനുള്ളതായിരുന്നു. ചിലപ്പോഴൊക്കെ നമ്മളത് തിരിച്ചറിയാതെ ഇവർ വലിയവരാണെന്നൊക്കെ ചിന്തിച്ചിട്ട് അവരിലുള്ള തിന്മയെ തിരിച്ചറിയാതെ പലപ്പോഴും അവരുടെ കൂടെ ആയിരുന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ തിരിച്ചറിയാത്ത സമയത്ത് പോലും ആ ബന്ധങ്ങളെ വെട്ടിവീഴ്ത്താനായിട്ട് കർത്താവ് ഇടപെടുന്ന അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് നമ്മളും അവരും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അത് വലിയ തിന്മയിലേക്ക് കൂപ്പുകുത്തുമെന്ന് ഈശോയ്ക്ക് അറിയാം. ആത്യന്തികമായിട്ട് ദൈവ ഐക്യത്തിലായിരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ആ ഐക്യത്തിനെ കുറിച്ചുള്ള ഓർമ്മയില്ലാതെ മാനുഷിക ഐക്യത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഈശോ സങ്കടപ്പെടും, പരിശുദ്ധ അമ്മ കരയും. അപ്പോൾ ജീവൻ്റെ മഹത്വത്തിലേക്കുള്ള ദൈവവുമായുള്ള ഐക്യത്തിൽ വിള്ളൽ വരും. അതിൽ നിന്ന് നമ്മെ രക്ഷിക്കാനും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകണം. അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കണം. ദൈവമേ, ഞാൻ ബലഹീനയാണ്. ഏതെങ്കിലും തലത്തിലുള്ള ബന്ധങ്ങൾ, ഐക്യമെന്ന് ഞാൻ ചിന്തിക്കുന്നത് ദൈവ ഐക്യത്തിലേക്ക് എന്നെ നയിക്കുന്നില്ലെങ്കിൽ ഈശോയെ അവിടുന്ന് അത് മുറിച്ചു മാറ്റണമേ എന്ന് ആഗ്രഹിക്കണം. ദിവസവും പ്രാർത്ഥിക്കണം. ഈശോ ഇടപെടും.
വികാരങ്ങളുടെയും അശുദ്ധതയുടെയും വളർച്ച ശരീരങ്ങളെ മൃഗതുല്യമാക്കി തീർക്കുന്നു. സ്വർഗത്തിൻ്റെ അമ്മ പറയാ, വികാരങ്ങളുടെയും അശുദ്ധതയുടെയും വളർച്ച ശരീരങ്ങളെ മൃഗതുല്യമാക്കി മാറ്റുന്നു എന്ന്. മൃഗങ്ങൾക്ക് മാനസാന്തരം ഉണ്ടാകോ? മൃഗങ്ങൾക്ക് മാനസാന്തരം ഉണ്ടാകില്ല. അത് അവരുടെ സവിശേഷതയാണ്, അവരുടെ സ്വഭാവമാണ് മൃഗങ്ങളുടെ. ഒരു മൃഗത്തിനെ നോക്കിയിട്ടും കർത്താവ് മാനസാന്തരപ്പെടാൻ പറഞ്ഞിട്ടില്ല. എന്നാൽ മൃഗതുല്യനായി ജീവിക്കുന്ന മനുഷ്യരായ നമ്മളെ നോക്കി, എന്നെ നോക്കി, നിന്നെ നോക്കി ഈശോ പറഞ്ഞു മാനസാന്തരപ്പെടുവിൻ. പരിശുദ്ധ അമ്മ പറഞ്ഞു മാനസാന്തരപ്പെടുവിൻ, ദൈവത്തിലേക്ക്, കർത്താവിലേക്ക് തിരിച്ചു വരുവിൻ. ഇങ്ങനെ പറയാൻ എന്താ കാരണം? മനുഷ്യൻ മൃഗമായിട്ട് ജീവിക്കുമ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ സങ്കടം ദൈവത്തിന് ബോധിപ്പിക്കാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ടാ പറയുന്ന അമ്മ ഇന്ന് അമ്മയുടെ സ്വരമുയർത്തിക്കൊണ്ട് പറയാ, മക്കളെ മാനസാന്തരപ്പെടുവിൻ, പ്രാശ്ചിത്യ പ്രവൃത്തികളിൽ മുഴുകുവിൻ. കാരണം വികാരങ്ങൾ അശുദ്ധതയിലേക്ക് നയിക്കുന്നു. അശുദ്ധത നിറഞ്ഞ വളർച്ച ശരീരങ്ങളെ മൃഗതുല്യമാക്കി മാറ്റിയിരിക്കുന്നു. ശരീരം വിറ്റ് കാശാക്കാനുള്ള വഴി മൃഗതുല്യമാണ് കുഞ്ഞേ. മൃഗത്തിന് ഒരിക്കലും മാറാൻ പറ്റില്ല, എന്നാൽ മനുഷ്യന് മാറാൻ പറ്റും. കാരണം അവൻ്റെ സൃഷ്ടാവ് കർത്താവാണ്. ആ കർത്താവിലേക്കുള്ളൊരു വിളി എപ്പോഴും മനുഷ്യനിലുണ്ട്. അതില്ലെന്ന് പറയുന്നത് തിന്മയാണ്. ആ തിന്മയുടെ സ്വരം കേൾക്കരുത്. അന്ധതയിൽ നിന്ന് അന്ധകാരത്തിലേക്ക് പറന്നുയരുന്ന ലോകം ദൈവവുമായിട്ട് വെല്ലുവിളി നടത്തുകയാണ്. ദുരിതങ്ങളുടെയും യാതനകളുടെയും പരീക്ഷണങ്ങൾ ഓരോരുത്തർക്കും വർദ്ധമാനമായി കൊണ്ടിരിക്കുന്ന സമയത്താണ് മനുഷ്യൻ്റെ ഈ വെല്ലുവിളി. അമ്മ മക്കളോട് പറയാ, അന്ധതയിൽ നിന്ന് അന്ധകാരത്തിലേക്ക് പോകുക ലോകം. വെട്ടിപ്പിടിക്കാനും കെട്ടിപ്പിടിക്കാനും പോർവിളി ഉയർത്താനും വഞ്ചിക്കാനും ഒറ്റുകൊടുക്കാനും അധികാരവും അധികാര മോഹങ്ങളും ദുർവ്യയം ചെയ്യപ്പെടുമ്പോൾ അന്ധകാരത്തിലേക്ക് ഉയരുന്ന ലോകത്തോട് പരിശുദ്ധാമ്മ പറയാ, ലോകമേ നീ ദൈവത്തോട് വെല്ലുവിളിക്കേണ്ട. ദുരിതങ്ങളുടെയും യാതനകളുടെയും പരീക്ഷണങ്ങൾ ഓരോരുത്തർക്കും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന, വർദ്ധമാനമായി കൊണ്ടിരിക്കുന്ന സമയത്താണോ കുഞ്ഞേ നിന്റെ ഈ വെല്ലുവിളി എന്നാണ് അമ്മ ചോദിക്കുന്നത്. അമ്മ മക്കളെ തിരുത്തുക, മക്കളെ അരുതേ. മാനസാന്തരത്തിലേക്കും പാപബോധത്തിലേക്കും നയിക്കുന്ന അടിയന്തരമായ ആഹ്വാനങ്ങളെ തിരസ്കരിച്ചുകൊണ്ട് ദുർജനം തിന്മയുടെയും പാപത്തിൻ്റെയും മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നു. ലോകത്തിൻ്റെ ആരംഭം മുതലേ ഉള്ളതാ ഇത്. എത്ര കേട്ടാലും, എത്ര അറിഞ്ഞാലും, എത്ര അനുഭവിച്ചാലും, എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ മുൻപിൽ നമുക്ക് ആഹ്വാനങ്ങളായി തിരിച്ചറിവായി വന്നു നിന്നാലും ദുർജനം തിന്മയുടെയും പാപത്തിൻ്റെയും മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വിഭാഗമുണ്ടെന്നേ. കണ്ണുണ്ടായിട്ടും കാണാത്ത, കാതുണ്ടായിട്ടും കേൾക്കാത്ത, മനസ്സുണ്ടായിട്ടും മനസ്സിലാക്കാത്ത, അറിയാമായിരുന്നിട്ടും അറിയാത്ത, ഈ ലോകത്തിൻ്റെ സുഖങ്ങളുടെയും അന്ധതയുടെയും അന്ധകാരത്തിൻ്റെയും മുൻപിൽ നിന്നുകൊണ്ട് വെല്ലുവിളിച്ച് ജീവിക്കുന്ന ലോകത്തിലെ മക്കളോട് പരിശുദ്ധ അമ്മയ്ക്ക് സംസാരിക്കാനുണ്ട്. ലോകമേ, നീ സാത്താൻ്റെ കൂടെയാണ്. നീ ദൈവവുമായിട്ട് വെല്ലുവിളി നടത്തരുത്. അടിയന്തരമായിട്ടുള്ളൊരു ആഹ്വാനം ഈ കാലഘട്ടത്തിലൊക്കെ നമ്മൾ കേൾക്കില്ലേ? യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇന്ന കാര്യം ചെയ്തു, മറ്റേ കാര്യം ചെയ്തു, ഈ കാര്യം ചെയ്തു. എന്തേ നിന്റെ ആത്മാവിനെ രക്ഷപ്പെടുത്താനായിട്ട് യുദ്ധകാല അടിസ്ഥാനത്തിൽ നീ തിരിച്ചു വരാത്തത്? നിന്റെ ആത്മാവിനേക്കാൾ വിലയുള്ളതായി ലോകത്ത് എന്തുണ്ട്? അത് ദൈവത്തിൻ്റെ കരുണയല്ലേ, ദൈവത്തിൻ്റെ വിലയല്ലേ, ദൈവത്തിൻ്റെ ജീവനല്ലേ, ദൈവത്തിൻ്റെ രക്തത്തിൻ്റെ വിലയല്ലേ, ദൈവത്തിൻ്റെ സഹനത്തിൻ്റെ പൂർണ്ണതയല്ലേ? അത് കാത്തു സൂക്ഷിക്കാൻ മനുഷ്യ നിനക്ക് കടമയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. തങ്ങൾ ജീവിക്കുന്ന അനാരോഗ്യപരമായ സാഹചര്യങ്ങളാൽ മരവിക്കപ്പെട്ടാൽ എന്ന പോലെ അവർ നല്ലവർ മന്നോഷ്ണരായി മാറിക്കൊണ്ടിരിക്കുന്നു. സത്യമാണത്. ഒരുപാട് ആഗ്രഹമുണ്ട് നന്നായി ജീവിക്കാൻ. എന്നാൽ സാഹചര്യങ്ങൾ ചിലരെ ഒരു മരവിപ്പിലേക്ക്, ഒരു മന്ദതയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുക.
ഒരു കാലയളവിൽ കേരള സഭ എന്തൊരു ഉണർവായിരുന്നു. കരിസ്മാറ്റിക്കുകാരെയൊക്കെ കുറ്റം പറയുന്നവർ ലോകത്ത് കണ്ടേക്കാം. പക്ഷേ ഈ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിലൂടെ അല്ല, ആ ശുശ്രൂഷയിലൂടെ, അതൊരു പ്രസ്ഥാനമല്ല, അതൊരു ശുശ്രൂഷയാണ് ആത്മാക്കളെ നേടാനായിട്ട്. കരിസ്മാറ്റിക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കിയവരതൊരു പ്രസ്ഥാനമാക്കി മാറ്റും. പക്ഷേ ജീവിത നവീകരണം എൻ്റെ ജീവിതത്തിൻ്റെ പ്രസ്ഥാനമാണെന്ന് സ്വീകരിച്ചതിലൂടെ എന്തൊരു തീക്ഷ്ണതയായിരുന്നു ഒരു കാലഘട്ടത്തിൽ, കുറച്ച് വർഷങ്ങൾക്ക് മുൻപ്. ഇപ്പോൾ കൊറോണ വന്നതുകൊണ്ട് മാത്രമൊന്നുമല്ല എല്ലാവരും മന്ദതയിൽ കഴിയുന്നത്. അമ്മ പറയുക, ഒരു മരവിപ്പ്, ആ മരവിപ്പ് ആത്മാവിനാണെങ്കിൽ അത് അപകടമാണ്. അതുകൊണ്ടാണ് അമ്മ നമ്മളോട് പറയുന്നത്, ആ മരവിപ്പ് നിങ്ങൾ മാറ്റണം. എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അമ്മ പറഞ്ഞു തരുന്നേ. അഭിഷിക്തർ പലരും സുഖ അന്വേഷികളായി തീരുകയും അവരുടെ ദൈവ വിളിക്ക് ഒപ്പം അവർ പുറന്തള്ളിയ ലോക അരൂപിയിൽ ആകൃഷ്ടരാവുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷിക്തരെ മാത്രം കുറ്റപ്പെടുത്തുകയല്ല, അമ്മ എല്ലാവരെ കുറിച്ചും പറയുന്നുണ്ട്. അഭിഷിക്തരെ കുറിച്ച് പറയാൻ എന്താ കാരണം എന്നറിയോ? അമ്മ എപ്പോഴും പറയുമ്പോൾ അഭിഷിക്തരെ ആദ്യം എടുത്തു പറയുന്നതിന് എന്തുകൊണ്ടാ? അത്രയ്ക്ക് ഇഷ്ടമാണേ, അത്രയ്ക്ക് ഇഷ്ടം അഭിഷിക്തരെയും സിസ്റ്റേഴ്സിനെയും. എനിക്ക് പലപ്പോഴും ആത്മീയ കുശുമ്പ് തോന്നിയിട്ടുണ്ട്. ഈ അച്ഛന്മാർ സിസ്റ്റേഴ്സിനെയും അമ്മയ്ക്ക് ഇഷ്ടമാണെന്ന് പലപ്പോഴും എടുത്തു പറഞ്ഞ് സ്നേഹിക്കുന്നത് കണ്ടിട്ട് അത്രയ്ക്ക് ഇഷ്ടമുള്ളവരെ കുറിച്ചല്ലേ അമ്മമാർ ആദ്യം സംസാരിക്കുക. അതുകൊണ്ടാണ് പറയുന്നത്, പ്രിയപ്പെട്ട വൈദിക, ഒരു വൈദികനാകാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്വന്തം അപ്പനോടും അമ്മോടും സഹോദരങ്ങളോടും വീടിനോടും ബൈ ബൈ പറഞ്ഞ് സെമിനാരിയിലേക്ക് പോയ ആദ്യ ചുവടുവെപ്പില്ലേ, ആ തീക്ഷ്ണത ഇന്നുണ്ടോ? വർഷങ്ങളുടെ പരിശീലനത്തിനും പ്രാർത്ഥനയ്ക്കും അധ്വാനത്തിനും സഹനത്തിനും ശേഷം ഈശോയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മെത്രാൻ്റെ കൈവെപ്പ് വഴി, അഭിഷേകം വഴി കൂദാശകൾ പരികർമ്മം ചെയ്യാനുള്ള വിളി സ്വീകരിച്ചുകൊണ്ട് തിരുപ്പട്ടം സ്വീകരിച്ച ആ നിമിഷമില്ലേ, ആ തീക്ഷ്ണത. ആദ്യമായി കാസായും പീലാസയും എടുത്ത് ഉയർത്തിയിട്ട് കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളാണ് ഈ ബലിയിൽ സംഭവിക്കുന്നത്, അർപ്പിക്കപ്പെടുന്നത് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഗോതമ്പപ്പവും മുന്തിരിച്ചാറ് രക്തവുമായി മാറുമെന്ന് വിശ്വസിച്ച്, പ്രിയപ്പെട്ട എൻ്റെ സഹോദര വൈദിക, അന്നർപ്പിച്ച ബലിയില്ലേ, ആ വിശ്വാസം, ആ തീക്ഷ്ണത, ആ സ്നേഹം, ആ ബലിയർപ്പണം കഴിഞ്ഞിട്ട് ആ ബലിയർപ്പിച്ച കരങ്ങൾ, ഈ 2 വിരലുകൾക്കുള്ളിൽ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ആ സമയമില്ലേ, പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ലോകം മുഴുവനെയും ആത്മാവിൻ്റെ അഭിഷേകത്തിനായി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച ആ കരങ്ങളില്ലേ, ആ കരങ്ങൾ ഉയർത്തി കുർബാനയുടെ അവസാനം വിശുദ്ധ കുരിശിനാൽ ജനത്തെ ആശീർവദിച്ച ആ കരമില്ലേ, ആ കരം മുത്താൻ വരി വരിയായി നിരനിരയായി വന്ന മനുഷ്യമക്കളുടെ അധരത്തിലേക്ക് നീട്ടിപ്പിടിച്ച വിശുദ്ധിയുടെ കരങ്ങളുമായിട്ട് ചേർന്ന് നിന്നപ്പോൾ അനുഭവിച്ച ആനന്ദമില്ലേ, അത് ചോർന്നുപോയോ? അതാണ് അമ്മയുടെ വേദന. അവിടെ ചോർച്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട എൻ്റെ സഹോദര വൈദിക, ഞങ്ങളൊക്കെ ഈ ചോർച്ചയുടെ വഴിയിലാണെന്ന് ഓർക്കണമേ. ഞങ്ങളെ പ്രതിയെങ്കിലും ഉപേക്ഷിച്ചതിനെ തേടാൻ പോകല്ലേ. ഞങ്ങൾ പ്രാർത്ഥിക്കും. പഴയ നിയമ പുസ്തകത്തിൽ സാംസൺ ഒരു സിംഹത്തെ കൊന്ന കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. അത് മുഴുവൻ ഞാൻ പറയുന്നില്ല. എന്നിട്ടോ മറ്റൊരവസരത്തിൽ തിരിച്ചു വന്നപ്പോൾ ആ കൊന്ന സിംഹത്തിൻ്റെ താടിയലിലോ മറ്റു തേനീച്ചകൾ കൂടുകൂട്ടിയിട്ട് ആ തേൻ എടുക്കാനായിട്ട് പോയതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. കൊന്നുപേക്ഷിച്ചതിൻ്റെ മേൽ തേൻ കാണുമ്പോൾ ചേർന്ന് നിൽക്കാനുള്ള ആ അഭിവാഞ്ചയില്ലേ, അത് ചിന്തയിലോ വിചാരത്തിലോ ഒരാളുടെ പുഞ്ചിരിയിലോ ഒരു സ്ത്രീയുടെ ചിരിയിലോ ഒരു സ്ത്രീയുടെ സാന്നിധ്യത്തിലോ ഉണ്ടെങ്കിൽ, അല്പം മണ്ണിൻ്റെ പേരിൽ ഒരു പെണ്ണിൻ്റെ പേരിൽ ഉപേക്ഷിച്ചതിനെ തിരിച്ചു ചെന്ന് തേൻ നുകരാനായിട്ട് പിശാച്ച് വിളിക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പോകല്ലേ.
പോകല്ലേ, ഞങ്ങളും നിങ്ങളും നശിക്കും. സഭയ്ക്ക് ചുളിവുകളും പാപക്കറകളും വരും. പോകല്ലേ, പോകല്ലേ, സ്വയം നഷ്ടപ്പെടും, ഞങ്ങളെയും നഷ്ടപ്പെടുത്തും. ഞങ്ങളുടെ നാശം നിങ്ങൾ കാരണമാണെന്നല്ല ഞാൻ പറയുന്നത്. പുറംതള്ളിയ ലോകാരൂപിയിൽ ആകൃഷ്ടരാകുമ്പോൾ അവിടേക്ക് ഓടിപ്പോകാനുള്ള ഒരു അഭിവാഞ്ച, ഒരു ആഗ്രഹം, ഒന്ന് തൊട്ടു നോക്കാം, ഒന്ന് പിടിച്ചു നോക്കാം, ഒന്ന് കഴിച്ചു നോക്കാം, ഒന്ന് കടിച്ചു നോക്കാം, ഒന്ന് ആസ്വദിച്ചു നോക്കാം എന്നുള്ള ആദ്യ പാപത്തിൻ്റെ വിളി കിട്ടിയാൽ പൗരോഹിത്യത്തിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഏത് വ്യക്തിബന്ധമായാലും ഏത് സാഹചര്യമായാലും അതിനോട് നോ പറയാനുള്ള ആത്മീയ ധൈര്യവും ചങ്കൂറ്റവും ഇന്നത്തെ അഭിഷിക്തർ കാണിച്ചിരുന്നെങ്കിൽ എന്ന് അമ്മയോടൊപ്പം ഞാനും ആഗ്രഹിക്കുന്നു. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല, അതെൻ്റെ ഭംഗി വാക്കല്ല. എനിക്ക് വൈദികരോട് ബഹുമാനമാണ്, സ്നേഹമാണ്. ഈ നിമിഷത്തിൽ എന്നെ ശ്രവിക്കാനായിട്ട് ഈശോ ഒരുക്കിയിരിക്കുന്ന പ്രിയ ദൈവജനമേ, നമുക്ക് പ്രാർത്ഥിക്കാം കണ്ണുകളടച്ചൊരു നിമിഷം. നമ്മൾ വഴി ഒരു വൈദികൻ പാപത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, പോയിട്ടുണ്ട്, വിശ്വസിക്കുക, ഏതെങ്കിലും വഴി അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വൈദികന് വേണ്ടിയും നമുക്ക് വേണ്ടിയും തന്നെ ഈശോയോട് മാപ്പ് ചോദിക്കുക. വൈദികരെ വിശുദ്ധ ജീവിതത്തിൽ നിന്ന് പുറന്തള്ളി അവർ വേണ്ടെന്ന് പറഞ്ഞതിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ജീവിത സാഹചര്യങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കാൻ പിശാച് നമ്മളെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ അവർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം മാപ്പ് ചോദിക്കുക. പരിഹാരത്തിലൂടെയും പ്രായശ്ചിത്തത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കാൻ നമുക്ക് സാധിക്കുമെന്ന് നമ്മുടെ അമ്മ സ്നേഹത്തോടെ ഉറപ്പ് നൽകുമ്പോൾ കരുണാമയനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ കാരുണ്യത്തിന് വേണ്ടി കേണുകൊണ്ട് നാം നടന്നു നീങ്ങിയ വഴികളിൽ എവിടെയെങ്കിലും കാലിടറയെങ്കിൽ അതിന് മാപ്പ് ചോദിച്ചുകൊണ്ട് എല്ലാ വൈദികർക്കും സിസ്റ്റേഴ്സിനും വേണ്ടി നമുക്ക് മാപ്പ് ചോദിക്കാം, പ്രാർത്ഥിക്കാം. വിശുദ്ധീകരിക്കണമേ, വീണ്ടെടുക്കണമേ എന്ന് അമ്മയോട് പറയാം. നമുക്ക് ന്യായീകരണത്തിൻ്റെ മാർഗത്തിലൂടെ തെറ്റായ ജീവിതത്തിന് അടിമകളായി കഴിയുന്ന മക്കൾക്ക് മാനസാന്തരപ്പെടാനുള്ള കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇനി നാളെയാകാം, മറ്റന്നാളാകാം, ഒരു ഫോൺ വിളിയും കൂടെ കഴിഞ്ഞിട്ട്, ഒന്നും കൂടെ സംസാരിച്ചിട്ട്, ഒന്നും കൂടെ കണ്ടിട്ട്, ഒന്നും കൂടെ ആസ്വദിച്ചിട്ട് എന്ന് മാറ്റിവെക്കരുത്. ഇപ്പോൾ കാലം അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ചിന്തിക്കുക, ഞാൻ കാരണം ദൈവത്തിൻ്റെ കൃപ ഭൂമിയിലേക്ക് ഒഴുകാൻ എവിടെയെങ്കിലും ഒരു തടസ്സമുണ്ടെങ്കിൽ, ദൈവമേ എനിക്ക് തെറ്റിപ്പോയി, എന്നെ വിശുദ്ധീകരിക്കണമേ, ഉപേക്ഷിച്ചതിനെ ഞാൻ ഇനി തേടിപ്പോകില്ല. ഉറപ്പ് കൊടുക്കുക സ്വർഗത്തിന്. എന്തൊരു വലിയ മാറ്റം ഈ ലോകത്തുണ്ടാകുമെന്നോ, എന്തൊരു വലിയ, നമ്മൾ പ്രതീക്ഷിക്കാത്ത വലിയ മാറ്റം ലോകത്തിലുണ്ടാകും. കാരണം പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ അമ്മയുടെ സ്വർഗീയ നിരയിൽ, യുദ്ധസന്നാഹ ഭൂമിയിൽ മുൻനിരയിൽ നിൽക്കുന്നവർ വഴിയായിട്ട് ഏതെങ്കിലും കൃപയുടെ നീർച്ചാലുകൾ പാപത്തിൻ്റെ വഴി മൂലം അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് തുറക്കാൻ വൈദികർ സന്നദ്ധരായാൽ, സന്യസ്തർ സന്നദ്ധരായാൽ, പുറകിൽ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്ന നമുക്കും അതൊരു ധൈര്യമാണ്. അപ്പോൾ വൈദികർ മാനസാന്തരപ്പെടേണ്ടത്, സന്യസ്തർ മാനസാന്തരപ്പെടേണ്ടത്, അവരെ വീണിടത്ത് നിന്ന് എഴുന്നേൽപ്പിക്കേണ്ടത് നമ്മുടെ കൂടെ കടമയാണ്. ലാഭം നമുക്കാന്നേ, നമുക്ക് സ്വർഗത്തിലെത്താം. നമ്മുടെ എല്ലാ അഭിഷിക്തരും വിശുദ്ധി കൊണ്ട് നിറയട്ടെ, നമ്മുടെ എല്ലാ സന്യസ്തരും വിശുദ്ധി കൊണ്ട് നിറയട്ടെ. പ്രാർത്ഥനയുടെ തിരിനാളങ്ങളായി ലോകത്തിൽ അവർ കത്തട്ടെ. വചന വെളിച്ചത്തിൽ അവരുടെ ജീവിതത്തെ അവർ വിലയിരുത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. മുൻവിധിയോടും കുറ്റം വിധിക്കലോടും കൂടെ ആരെയും കാണരുതേ. ഈശോ നമ്മെ അതിനല്ല വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അവർക്കായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് നമ്മെയും അവരെയും സമർപ്പിച്ചുകൊണ്ട്, മനുഷ്യൻ്റെ കഴിവുകളോ മനുഷ്യൻ്റെ ബുദ്ധിയോ ഒന്നുമല്ല ജീവിത വിജയത്തിൻ്റെ നേട്ടം. ആത്മീയ ദാഹവും ആത്മീയ വിജയത്തിൻ്റെ നേട്ടവും ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന് പറയുന്ന ആ ധൈര്യമാണ്, ബലമാണ്. ആ ബലത്തിലായിരുന്നു കൊണ്ട് ജീവിക്കാൻ പരിശുദ്ധ ദൈവമാതാവേ മക്കൾക്കായിട്ട് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ സന്ദേശത്തിൻ്റെ തുടർച്ച നാളെ ശ്രവിക്കാനായിട്ട് ഒരുങ്ങാം. പ്രാർത്ഥനാപൂർവം അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ആമേൻ, ഹല്ലേലൂയ,
ആവേ മരിയ.